ഗൈസ്, അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി അച്ചൻകോവിലും കോന്നിയാണ് ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും തെറിക്കാൻ പോയാണ് ഗൈസ്. ഓക്കെ, കടന്നു കാണാനായി, കടന്നു കിട്ടാനായി. ഹായ് ഗൈസ്, അപ്പം നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളിന്ന് പോകുന്നത് അച്ചൻകോവിലാണ് ഗൈസ്. ഈ അച്ചൻകോവിൽ പോകണം എന്നെനിക്കൊരു ആഗ്രഹം ഇല്ലായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ വെറുതെ കിടന്ന് തുടങ്ങി എന്നെ ഇവൻ വന്ന് കുത്തിപ്പറക്കി വിളിച്ചെടുത്തുകൊണ്ട് മാത്രം ഞാൻ പോവുകയാണ് ഗൈസ്. അല്ല, എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു ഗൈസ്. ഇത് എൻ്റെ മുഖത്തോക്കി പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അങ്ങനെയെങ്കിലും അറിയട്ടെ ഗൈസ്. ഗൈസ്, ഈ ഫ്രണ്ട് ഇരുന്ന് കൂവുന്നതാണ് എൻ്റെ കൂട്ടുകാരൻ തൗഫീഖ് ബീഡി ഗൈസ്. ഇവനെ തൗഫീഖ് ബീഡി എന്ന് വിളിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല ഗൈസ്. പണ്ട് 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കണ്ട ഒരു കാക്കാട് ഒരു ബീഡി കട്ടതാണ് ഗൈസ്. പക്ഷേ ആൾക്കാരെല്ലാം ഈ പേര് മറന്നിരുന്നതാണ്. പക്ഷേ കൂടുമ്പം വന്ന ഞാൻ ഈ പേര് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഗൈസ്. ഇവൻ ഒരു പിടി കാശും ഒരു ബൈക്കുമായിട്ട് വന്നപ്പോൾ ഞാൻ അതിൽ വീണ് ഗൈസ്. അങ്ങനെയാണ് ഞാൻ രാവിലെ ഉറക്കത്തിൽ നിന്നിട്ട് കുളിക്കുക പോലും ചെയ്യാതെ ഇവനോട് കയറിപ്പോയത് ഗൈസ്. പക്ഷേ പിന്നീടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. പ്രകൃതിയുടെ ബ്യൂട്ടി അറിയണമെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ജോലിക്ക് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഇറങ്ങിയാലേ ഈ പ്രകൃതിയുടെ ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഗൈസ്. ഗൈസ്, അപ്പോഴാണ് ഞാൻ ഈ പാലം കണ്ടത് ഗൈസ്. ഈ പാലമാണ് ഒരു പാലം, ഇതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല ഗൈസ്. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും എനിക്ക് വിശന്നു ഗൈസ്. വിശപ്പും ഉറക്കവും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു തമിഴൻ അണ്ണാച്ചിയുടെ കടയിൽ നിർത്തി ഗൈസ്. അപ്പോഴാണ് ഞാൻ ഈ പോലീസ് മാമനെ കണ്ടത് ഗൈസ്. 5 അടി പൊക്കവും അതിനൊത്ത ശരീരവും കട്ടി മീശയും ഉണ്ടെങ്കിലും പുള്ളി ഒരു പോക്കിയായിരുന്നു ഗൈസ്. പുള്ളിയുടെ കാമുകിയായിട്ട് സൊള്ളുമായിരുന്നു ഗൈസ്. അതുകൊണ്ട് പിന്നെ ഞാൻ ശല്യപ്പെടുത്തിയില്ല ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ തമിഴൻ അണ്ണാച്ചി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ആ പുള്ളിയുടെ അടുത്ത് 2 പൊറോട്ട കൊണ്ട് തരാൻ പറഞ്ഞു. അങ്ങനെ ആ പുള്ളി കൊണ്ട് തന്ന പൊറോട്ടയാണ് ഗൈസ്. ഇത് നിങ്ങൾ തന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ഇതാണ് മടൽ പൊറോട്ട എന്ന് പറയും. ഇതിന് ഭേദം മടൽ വെട്ടി തിന്നുന്നതായിരുന്നു. അത് കഴിച്ച ഉടനെ അവൻ പീസ് ഔട്ട് അല്ല ഗൈസ് കാണിച്ചത്. അവനിക്ക് ഉടനെ തന്നെ 2 പോകണം എന്നാണ് അവൻ കാണിച്ചത് ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ഗൈസ്. നമ്മളങ്ങനെ ഓടി അവസാനം നമ്മൾ തമിഴ്നാട് ബോർഡർ എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ കയറി ഗൈസ്. ഇതാണ് തമിഴ്നാട്. ഈ തമിഴ്നാടെന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. ഈ വലത്തെ സൈഡിൽ ഇരിക്കുന്നത് എൻ്റെ മാത്രം വിരളാണ്. ഞാൻ അത്രയ്ക്ക് വലിയ വീഡിയോഗ്രാഫർ ആയതുകൊണ്ടാണ് ആ വിരൾ അവിടെ വന്നത്. അപ്പോഴാണ് ഗൈസ് ഞാൻ ഈ ബോർഡ് കണ്ട് എക്സൈറ്റ്മെന്റ് ആയത് ഗൈസ്. ഇനി 27 കിലോമീറ്റർ മാത്രം അച്ചൻകോവിൽ. ഞാൻ ഭയങ്കര ഹാപ്പിയായി ഗൈസ്. ഒരു കാട്ടിൽ കയറുന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ള സന്തോഷത്തിലായിരുന്നു ഗൈസ്. ഞാൻ തമിഴ്നാട് ഗ്രാമത്തിലൂടെയാണ് ഞങ്ങളിന്ന് സഞ്ചരിച്ചത്. ഇവിടെ വെച്ച് തൗഫീഖ് ബീഡിയുടെ വാപ്പായ കണ്ടുമുട്ടി. അച്ചൻകോവിൽ കയറാൻ പോവുകയാണ് ഗൈസ്. ഡ്രൈവർ തമിഴ്നാട് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ തൗഫീഖ് ബീഡിയുടെ ഡ്രൈവർ ഗൈസ്. അങ്ങനെ ഞങ്ങൾ അച്ചൻകോവിൽ കയറി ഗൈസ്. അച്ചൻകോവിൽ ആനയുണ്ട്, ചേനയുണ്ട്, ഉമ്മുകുലിസ് താത്താടെ മാലയുണ്ടെന്നും പറഞ്ഞാണ് ഗൈസ് ഇവൻ എന്നെ കൊണ്ടുവന്നത്. എന്നിട്ട് ഞാനൊന്നും കണ്ടില്ല ഗൈസ്. ഒരു ബോർഡ് പോലും ഞാൻ അവിടെ കണ്ടില്ല ഗൈസ്. അങ്ങനെ ഒന്നും കണ്ടില്ല എന്നുള്ള വിഷമത്തിലിരുന്നപ്പോഴാണ് ഞാൻ ഈ തമിഴ് പയ്യന്മാരുടെ ഡ്രൈവിംഗ് കണ്ടത്. എന്നാ ഡ്രൈവിംഗ് പണി വെച്ചിരിക്കുക തമിഴ് പ്രസംഗം കാണാ ഗൈസ്. ഗിയർ ഏതാ ബ്രേക്ക് ഏതാന്ന് അറിയാതെ വണ്ടി ഓടിച്ചു വന്ന യൗമാരെ കണ്ടപ്പോഴാണ് ഗൈസ് പിന്നെ ഞാനൊന്ന് ചാർജ് ആയത്. അതുവരെ ഞാനൊന്ന് ചെറുതായിട്ട് ഡൗൺ ആയി. കാര്യം ആനയും പുലിയും ഒന്നും കാണാത്തത് കൊണ്ട് ഗൈസ്. അങ്ങനെ കുറച്ച് ദൂരം ഈ കാട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് ബോറടിച്ചു ഗൈസ്. ബോറടിച്ചാൽ ഞാൻ അന്നേരെ പാട്ട് പാടും. എൻ്റെ പാട്ട് ഞാൻ തന്നെ ഇരുന്ന് ആസ്വദിക്കും ഗൈസ്. കടന്നു കാണാനായി കൂടന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി തുടിച്ചു പോയി. കണ്ടു മലനിര, കണ്ടു താഴ്വര, മരം കണ്ട് ചോല കണ്ട് ഇലകൾ കണ്ട് കായ്കളും തന്ദിനം താനേ താനാനേ നന്ദിനം താനേ ഗൈസ്. അങ്ങനെ പാട്ടുപാടി കുഴഞ്ഞപ്പോൾ ഞങ്ങൾ ഈ കാട്ടിൽ നിർത്തി ഗൈസ്. ഈ പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടപ്പോൾ ഉടനെ അവൻ മുള്ളി ഗൈസ്. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊന്നും വ്ലോഗിൽ പറയരുതെന്ന്. അതുകൊണ്ടാണ് ഗൈസ് ഞാനിത് ഈ വ്ലോഗിൽ പറയുന്നത്. അങ്ങനെ മുള്ളിക്കഴിഞ്ഞ് അവൻ വീണ്ടും ആ ടാങ്ക് നിറയ്ക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. വെള്ളം കുടിച്ച് വീണ്ടും ടാങ്ക് നിറയ്ക്കുന്നത് ഗൈസ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടിയെടുത്ത് യാത്ര തുടങ്ങി ഗൈസ്. ഈ കാണുന്നതാണ് അച്ചൻകോവിൽ ക്ഷേത്രം ഗൈസ്. അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ നേരെ പോയപ്പോൾ ഞാൻ കണ്ടത് ഈ ബോർഡാണ് ഗൈസ്. അപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഗൈസ്. എനിക്ക് നീ കാണാൻ പറ്റത്തില്ല, അതെന്നെ പിടിച്ചു ഗൈസ്. ഇതാണ് ഗൈസ് അച്ചൻകോവിൽ കാട്. ഇതാണ് ഒറിജിനൽ കാട് ഗൈസ്. കാര്യം 2 സൈഡും കാടും അതിൻ്റെ നടുക്കൂടി പൊട്ടിപ്പൊളഞ്ഞ റോഡും. ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഗൈസ്. അത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ആവത്തുള്ളൂ ഗൈസ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ പക്കാ ഫീലാണ്. കാര്യം ആ ഫീല് കൊണ്ടാണ് ഇവൻ്റെ വണ്ടി ഫ്രണ്ട് കിടന്ന് ഇങ്ങനെ വെട്ടുന്നത്. അല്ല ഓഫ് റോഡ് പോകുന്നതുകൊണ്ടല്ല, അവൻ്റെ കൈ നല്ല രീതിയിൽ വിറയ്ക്കുന്നത് കൊണ്ടാണ് ഗൈസ്. ഗൈസ്, ഈ കാണുന്നത് കയ്യാലെ പൊളിഞ്ഞു വീണതല്ല ഗൈസ്. ഇതുവഴി ആന ചവിട്ടി കയറി പോയ പാടാണ് ഗൈസ്. അത് കണ്ടുടനെ ഞങ്ങളുടെ വണ്ടിയുടെ ആക്സിലേറ്റർ കൂടി ഗൈസ്. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നപ്പോഴാണ്
അപ്പോഴാണ് ഗൈസ് ഈ ആനപ്പിണ്ടം കണ്ടത്. നല്ല ഫ്രഷ് ആനപ്പിണ്ടം ഗൈസ്. ഈ ആനപ്പിണ്ടം കണ്ട ഉടനെ എൻ്റെ കൂട്ടുകാരൻ്റെ പിണ്ടം പോയി ഗൈസ്. അങ്ങനെ പിന്നെ കുണ്ടുപള്ളി വഞ്ചിയിലേക്ക് ഒരു 50 രൂപയിൽ നേർന്ന് 4 യാസീൻ ഊതി അവിടുന്ന് പറപ്പിച്ചു ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ട ഏറ്റവും മനോഹരമായ ഒരു റോഡും ഒരു കാഴ്ചയും ഇതായിരുന്നു ഗൈസ്. കാര്യം ഈ പൊട്ടിപ്പൊളഞ്ഞ റോഡിൻ്റെ ഇടയിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഗൈസ്. അതാണ് ഞാൻ ഇടത്തെ സൈഡിൽ കാണുന്നത്. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കണ്ടായിരുന്നു ഗൈസ്. പക്ഷേ എൻ്റെ ഫോണിൻ്റെ ക്യാമറ നല്ല രീതിയിൽ അത് കണ്ടിട്ടില്ല. സോറി ഫോർ ദി മിസ്റ്റേക്ക് ഗൈസ്. അങ്ങനെ എൻ്റെ വാപ്പ അലിയാറിൻ്റെ പ്രാർത്ഥനയും എൻ്റെ പേടിയും പടച്ചവും കണ്ടതുകൊണ്ടായിരിക്കും ഗൈസ് ഞങ്ങളങ്ങനെ കാട് താണ്ടി ഈ റോട്ടിലെത്തി ഗൈസ്. ഒരു ആനയെ പോലും നേരിട്ട് കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ കാട് താണ്ടി ഇവിടെ എത്തി. പിന്നെ ഇവിടെ ഞങ്ങൾ തിരിച്ച് പോകുകയാണ് ഗൈസ്. അങ്ങനെ എൻ്റെ കൂട്ടുകാരനെ കയ്യും കാലും വിറയ്ക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡ്രൈവർ ചേഞ്ച് ചെയ്ത് ഗൈസ്. അങ്ങനെ പിന്നെ ഞാൻ കയറി എൻ്റെ 2 സ്കിൽസ് അങ്ങ് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി ഓടിക്കാൻ തുടങ്ങി ഗൈസ്. ഇതാണ് ഗൈസ് ഇപ്പോൾ മുഹമ്മദ്. വേറെ പണിയും കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ നടക്കുവാണ്. ഇനി കുറേ യാത്രകൾ ചെയ്യണം ഗൈസ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു മന്തി കടയിൽ നിർത്തി ഒരു നല്ലൊരു അൽഫാം മന്തി മടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി ഗൈസ്. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കൂൾ മുഹമ്മദ് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഓക്കെ.